ലാറവൽ ഇ കൊമേഴ്സിനെ പറ്റി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കംപ്ലീറ്റ് വീഡിയോ സീരീസിനെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ വീഡിയോസും എടുത്ത് കാണുക, ഉഷാറായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻസ്റ്റലേഷൻ ഓഫ് ലാറവൽ ആണ്. ലാറവൽ എങ്ങനെയാണ് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് എന്താക്കാം, കോഡിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ വേണ്ടത്, ലാറവൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതാണല്ലോ നമ്മൾ ഫസ്റ്റ് ആയിട്ടുള്ള സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് laravel.com എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ അകത്തേക്ക് കയറുക. laravel.com അകത്ത് കയറിയതിന് ശേഷം നേരെ പോയിട്ട് എന്താക്കാം, ഡോക്യുമെന്റേഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് 10 ആണ്. അപ്പം നമ്മൾ ഈ പ്രൊജക്ട് കംപ്ലീറ്റ്ലി ചെയ്യുന്ന ലാറവലിന്റെ 10ന്റെ വേർഷൻ വെച്ചിട്ടാണ്. സോ അതുകൊണ്ട് നമുക്ക് അതിന്റെ ഡോക്യുമെന്റേഷൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ അതിൻ്റെ അകത്ത് ഫസ്റ്റിലേക്ക് ഇതിന്റെ ഡോക്യുമെന്റേഷൻ സ്റ്റെപ്സ് എല്ലാം നോക്കി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അതൊന്നും നമ്മൾ നോക്കണ്ട. അപ്പോൾ ഈ ലാറവലിലേക്ക് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ അകത്ത് കമ്പോസർ എന്ന് പറയുന്ന സംഭവം ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. അപ്പോൾ കമ്പോസർ എന്ന് പറയുന്ന സംഭവം എന്താണെന്നുള്ളതും അതിനെ പറ്റി ഒന്ന് ഐഡിയ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ലാറവൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്താണ് കമ്പോസർ, എങ്ങനെയാണ് അത് വർക്ക് ആകുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ലാറവൽ ഇൻസ്റ്റലേഷന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വീഡിയോ മുകളിൽ കൊടുക്കുന്നുണ്ട്. അതാദ്യം പോയിട്ട് കാണുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരിക. ഓക്കെ, അപ്പം നമുക്ക് കമ്പോസറിന്റെ കാര്യം നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. കമ്പോസർ ഞാൻ ജസ്റ്റ് കാണിച്ചാൽ വെബ്സൈറ്റ് എൻ്റെ ഓൾറെഡി കമ്പോസർ ഇൻസ്റ്റാൾഡ് ആണ്. ജസ്റ്റ് കമ്പോസർ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്സ്, ഇത്രയും 4 സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പോസർ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പോസർ ഇൻസ്റ്റാൾഡ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് എന്താക്കാം, ജസ്റ്റ് കമ്പോസർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെർമിനലിൻ്റെ അകത്ത് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരും. ഇതിന്റെ വേർഷൻ ഏതാണ്, 2.5.5 ആണ് എൻ്റെ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതേപോലെ PHP വേർഷൻ ലാറവൽ ഇൻസ്റ്റാൾ ആവണം, PHP എന്തായാലും വേണം. അപ്പോൾ PHP 8.2.5 ആണ് എൻ്റെ ഉള്ളത്. സോ അതുകൊണ്ട് അതും ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ MySQL കാര്യങ്ങളുമാണ്, ഡാറ്റാബേസും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ലാറവൽ യൂസ് ചെയ്യാം. പിന്നെ ലോക്കൽ എൻവയോൺമെന്റിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് ലാറവലിന്റെ വാലറ്റ് സിസ്റ്റം ആണ്. ലാറവലിന്റെ വാലറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വാലറ്റ് സിസ്റ്റം നിങ്ങൾ മാക്ക് ഉണ്ടെന്നുണ്ട്, മാക്കിലാണ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മാക്കിലാണ് ചെയ്യുന്നത്. മാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്കിൽ ലാറവലിന്റെ വാലറ്റ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. വളരെ ഈസി ആയിട്ട് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ലാറവലിന്റെ വാലറ്റ്. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിലേക്ക് ഞാൻ ചെയ്തു പോവാം. ബാക്കിയുള്ളതെല്ലാം നോർമലാണ്. ഇനി എന്തെങ്കിലും കേസിൽ ഇൻസ്റ്റാൾമെന്റ് സമയത്തുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ഇവിടത്തേക്ക് വരുന്നു. അതിനുശേഷം എൻ്റെ പ്രൊജക്ട് ഡയറക്ടറി ഇരിക്കുന്നത് പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്താണ്. പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്താണ്. അപ്പൊ അങ്ങോട്ടേക്ക് അതാണ് നമ്മളിപ്പോൾ പ്രൊജക്ട്സിന്റെ ഫോൾഡറിൽ നിൽക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ എൻ്റെ പാത്ത് ഇതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മളുടെ ലാറവലിന്റെ ഡോക്യുമെന്റേഷൻ ഇൻസ്റ്റലേഷന്റെ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കമ്പോസർ വഴി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ഇവരിവിടെ കാണിച്ചിരുന്നിട്ടാണ്. ഈ ഒരു കമാൻഡ്, ഈ കമാൻഡ് നമ്മൾ കോപ്പി എടുക്കുക. ഈ കമാൻഡിൽ ലാസ്റ്റ് ഭാഗമാണ് നമ്മളുടെ പ്രൊജക്ടിന്റെ ഫോൾഡറിന്റെ പേര് വരുന്നത്. നമുക്ക് തൽക്കാലത്തിന് എന്താക്കാം, ഈ പ്രൊജക്ട് നമുക്ക് ഈ കാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പേര് അങ്ങോട്ട് വെക്കാം. ഓക്കെ, ഈ കാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒരു പേര് കൊടുക്കാം, ഫോൾഡറിന്റെ പേര് കൊടുക്കുന്നതാണ്. ഇത് നേരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം എന്താ ചെയ്യുക, ഒരു എൻ്റർ ചെയ്യുക. അപ്പോൾ അവിടെ ലാറവൽ ഇൻസ്റ്റാൾ ആകുന്നതിന്റെ സ്റ്റെപ്സ് കാണിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ഇൻസ്റ്റലേഷനും അവരുടെ ഡിപ്പെൻഡൻസീസും എല്ലാം കമ്പോസർ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ടൈം എടുക്കുന്നതാണ്. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്താക്കാം, ആ ഫോൾഡറിന്റെ ഉള്ളിലേക്ക് കയറാം. ഈ കാർട്ട് എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിലേക്ക് കയറി, ഇതാണ് നമ്മളെ പ്രൊജക്ട് ഇരിക്കുന്നത്, ലാറവലിന്റെ പ്രൊജക്ട് ഇരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യാനുള്ളത്. വേറെ ഒന്നും ചെയ്യാനില്ല, വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ലാറവൽ നമ്മളെ സിസ്റ്റത്തിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ഡാറ്റാബേസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മളൊരു എന്തായാലും ഡാറ്റാബേസ് ഇല്ലാണ്ട് നമുക്ക് എന്തായാലും ഇ കൊമേഴ്സ് പ്രോജക്റ്റ് എന്തായാലും റൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ PHP MyAdmin ഓപ്പൺ ചെയ്യാം. നമ്മൾ PHP MyAdmin ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവിടെ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റാബേസ് എടുക്കുക. അതിനുശേഷം നമുക്ക് എന്താക്കാം, ഈ കാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് അവിടെ ഇട്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിയാം. അതിനുശേഷം നമ്മളുടെ ഡാറ്റാബേസിന്റെ കോൺഫിഗറേഷൻസോ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യലാണ് അടുത്ത
പണിയായിട്ട് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പം ഈ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ലാറവൽ വർക്ക് ആകുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, ബ്രൗസറിൽ റൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ കൊടുത്ത് ലാറവൽ വാലറ്റിൽ എടുക്കുന്ന സമയത്ത് ഫോൾഡറിന്റെ പേര് എന്താണോ അത് .ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊജക്ട് റൺ ആയിക്കോളും. ഇതുണ്ടല്ലേ, ലാറവൽ 10 വേർഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ആകുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ എൻവയോൺമെന്റൽ വേരിയബിൾസ്, അതായത് ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻവയോൺമെന്റ് വേരിയബിൾസ് നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ വി എസ് കോഡിലാണ് ഡെവലപ്മെന്റ് കാര്യങ്ങൾ കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യാറ്. വി എസ് കോഡിന്റെ IDE ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ റൈറ്റ് സൈഡിൽ മുകളിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്, ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്. വി എസ് കോഡും ലാറവലും തമ്മിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പാക്കേജസും കാര്യങ്ങളും വി എസ് കോഡിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ വീഡിയോ പോയിട്ട് ഒന്ന് കാണുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വി എസ് കോഡിൽ കുറച്ച് ഓട്ടോഫില്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഈസി ആയിട്ട് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഫോൾഡർ ഇതിലേക്ക് ഓപ്പൺ ചെയ്ത് എടുക്കുന്നു. ഇതാണ് എൻ്റെ പ്രൊജക്റ്റ്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് എന്തായി വി എസ് കോഡിലേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ENVയിൽ വന്നതിന് ശേഷം ENVയിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിന്റെ പേര് നമുക്ക് ഈ കാർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതേപോലെ പാസ്വേഡ് ആയിട്ടുള്ള ഇതാണ് എൻ്റെ ലോക്കലിലുള്ള പാസ്വേഡ് കിടക്കുന്നത്. ഈ പാസ്വേഡും ജസ്റ്റ് ഇവിടെ ഇട്ട് വയ്ക്കുക. ഇപ്പം നമ്മുടെ ലാറവൽ പ്രൊജക്റ്റും നമ്മുടെ ഡാറ്റാബേസും തമ്മിൽ കണക്ട് ആയിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഈ ലാറവലിന്റെ ആപ്പ് നെയിമും കൂടി ഒന്ന് മാറ്റുകയാണ്, ഈ കാർട്ട് എന്നുള്ള ലെവലിലേക്ക് ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റലേഷൻ, ലാറവലിന്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പ്രൊജക്ട് കറക്റ്റ് ആയിട്ട് റണ്ണായി, അത് ഡാറ്റാബേസുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനുശേഷം നെക്സ്റ്റ് നമുക്കൊരു ഡിസൈൻ ആണ് ആക്ച്വലി വേണ്ടത്. ഈ ഡിസൈൻ എങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ പ്ലെയിൻ ബൂട്ട്സ്ട്രാപ്പ് വെച്ച് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ഹോം പേജിന്റെ റൗട്ട് മാത്രം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് റൗട്ട് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ അതിന് മുന്നേ ഇൻസ്റ്റലേഷന് മുന്നേ ആയിട്ട് നമുക്ക് എന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റാബേസിന്റെ കുറച്ച് ഫയൽസിന്, അതായത് മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസും കാര്യങ്ങളും എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പൊ തൽക്കാലത്തിന് ഒന്നും ഇല്ലാത്ത ലെവലിൽ തന്നെ നിൽക്കാം. ഓക്കെ, അപ്പോൾ ആ ഫയൽസ് ഫുള്ള് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സീഡറിന്റെ ഫയൽ അവിടെ നിൽക്കേണ്ട, സീഡറിന്റെ നമുക്ക് ആവശ്യമുള്ളതാണ്. അതേപോലെ കൺട്രോളേഴ്സിന്റെ അകത്തുള്ളത് ഈ controller.php എന്ന് പറയുന്ന ഫയലും ഇതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ഇപ്പോൾ തൽക്കാലത്തിന് ആവശ്യമില്ലാത്ത ഫയലായിട്ട് ഇത് അവിടെ നിൽക്കട്ടെ, ഒരു കാര്യമില്ല. അത് എന്തുകൊണ്ടാണ് ഒഴിവാക്കിയെന്നുള്ളത് ഞാൻ ഡെവലപ്മെന്റ് സമയത്ത് പറഞ്ഞുതരാം, എന്താണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്നുള്ളത്. അത് വെച്ചെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ ആ ലെവലിൽ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ അഡ്വാൻറ്റേജ് ഉള്ളൂ, അല്ലാത്ത സമയത്തൊന്നും നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഓക്കെ, ഇതിൻ്റെ അകത്ത് യൂസറിന്റെ ഒരു മോഡൽ ഉണ്ട് കിടക്കുന്ന, ആ യൂസർ മോഡലിനെ നമുക്ക് എന്താക്കാം, എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, പിന്നെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാബേസ് നമ്മൾ ക്ലിയർ ചെയ്തു. കോൺഫിഗറിൻ്റെ അകത്ത് കോൺഫിഗറേഷൻ ഫയൽസ്, പബ്ലിക്കിൻ്റെ അകത്തുള്ളത് ഒന്നും മാറ്റണ്ട. റിസോഴ്സസിൻ്റെ അകത്തുള്ള ഈ JS-ഉം CSS-ഉം നമുക്ക് എന്താക്കാം, ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഈ welcome.blade.php ആണ് നമ്മൾ ഇവിടെ റൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, റൗട്ട്സിൻ്റെ അകത്തുള്ള API വെബ്, ഈ 4 റൗട്ട്സ് ആണുള്ളത്. ഇതെന്താണ്, എങ്ങനെയാണ് റൗട്ട് വർക്ക് ആകുന്നതെന്നൊക്കെയുള്ളത് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. റൗട്ട്സിന്റെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് എടുത്ത് കണ്ടു നോക്കുക എങ്ങനെയാണെന്നുള്ളത്, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലത്തിന് ഇപ്പോൾ എന്താക്കാം, ജസ്റ്റ് ഒരു ചെറിയൊരു റൗട്ട് ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റൗട്ടിലേക്ക് നമുക്ക് എന്താക്കാം, welcome.blade.php, ഈ blade.php ഫയലാണ് ഇവിടെ ഇപ്പോൾ റൺ ആകുന്നത്. അപ്പോൾ ആ റൺ ചെയ്യുന്ന ഫയലിനെ നമുക്ക് എന്താക്കാം, ജസ്റ്റ് ഒന്ന് ചെറിയൊരു മാറ്റം വരുത്തി നോക്കാം. ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ട് ഒരു HTML5 സെറ്റ് ആക്കാം. ഈ കാർട്ട് ഹോം പേജ് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കി വെക്കാം. ഇത് കണ്ടില്ലേ, ടൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, മാറ്റങ്ങൾ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു H2 ടാഗും കൂടി ഒന്ന് കൊടുത്ത് നോക്കാം. This is the home page. റൺ ചെയ്യാം അല്ലേ, കറക്റ്റ് ആയിട്ട് അത് ഇവിടെ വരുന്നുണ്ട്, പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലാറാവൽ പക്കയായിട്ട് റൺ ആകുന്നുണ്ട്. പിന്നെ ഡാറ്റാബേസ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താക്കാം, അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റലേഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ലാറാവൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലാറാവലിന്റെ ഡിപ്പെൻഡൻസീസ് ആയിട്ട് കുറച്ച് അതായത് അവരുടെ PHP എക്സ്റ്റൻഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ PHP എക്സ്റ്റൻഷൻസും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ട് മാത്രം പോവുക, എങ്കിൽ മാത്രമേ അത് ലാറവൽ ഇൻസ്റ്റാൾ ആവുള്ളൂ. എൻ്റെ ഓൾറെഡി എല്ലാം സെറ്റ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എൻ്റെ ഇത്രയും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് പക്കയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് റെഡിയാക്കി സെറ്റാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം.